3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CID മൂസ ഷൂട്ട് ചെയ്ത അതേ ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് ചെയ്തു എന്നാണ് എന്റെ അറിവ്. ശരിയാണോ? അതെ, ഞാൻ ഇപ്പൊ അറിഞ്ഞ കേസാണ്. വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട് 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല. ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഒരു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു. അത് ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു ദിലീപ്. വേറെ നല്ലൊരു നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം. തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. കൺകെട്ട് എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറെ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി, കെയർടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. CID മൂസ ഷൂട്ട് ചെയ്ത അതേ ഫ്ലാറ്റിൽ വെച്ചാണ് ഇത് ചെയ്തു എന്നാണ് എന്റെ അറിവ്. ശരിയാണോ? അതെ, ഞാൻ ഇപ്പൊ അറിഞ്ഞ കേസാണ്. ദിലീപിന്റെ ചില ചിത്രങ്ങൾ, ദിലീപിന്റെ കുഴപ്പം കൊണ്ടല്ല, ദിലീപിന്റെ ചില ചിത്രങ്ങളൊക്കെ ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, കവച്ചു വെച്ചുകൊണ്ട് വലിയൊരു കൊടുങ്കാറ്റായി പവിയുടെ ഈ സിനിമ
കെയർ ടേക്കർ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എല്ലാവരും നന്മകളും അർപ്പിക്കുന്നു. അപ്പം ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തു നിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരം ഒരു യാത്രയിലാണ്. അതുപോലെ പവിത്രനെ നമ്മുടെ ഒരു രാത്രിയിൽ ചില പരാജയങ്ങൾ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ബൈക്കെടുത്ത് ഞാൻ ലുലുവിൻ്റെ അവിടെ, ഇപ്പോൾ ആ തട്ടുകട അവിടെ നിന്ന് മാറ്റി ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. ഖൈബർ, അത് ചിലർക്കൊക്കെ അറിയാം, ആ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യി നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ ഉണ്ട്. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രൈസ് ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾക്കൊരു ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായയും ക്രൈസ് ബിസ്ക്കറ്റും കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഞാൻ ചോറൊക്കെ ഉണ്ട്, സുഖമായിട്ടിരിക്കാൻ നമ്മ വിചാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഏകദേശം 12 വർഷം അയാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ, കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയില്ല. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഹോണ്ട് ചെയ്തുകൊണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ചിത്രീകരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്. അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ. പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്. പവിത്രൻ സ്നേഹമുള്ളവനാണ്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് അത് കാലതാമസം വന്നെങ്കിൽ പോലും അത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പം പോലെ നമ്മളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, അതിൻ്റെ എല്ലാ കൈയടക്കത്തോടെയും അതിൻ്റെ എല്ലാ ഇതോടുകൂടിയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കാത്തിരിപ്പിനെ പറ്റി യാതൊരു വേവലാതിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര തവണ മാറ്റി എഴുതാൻ പറഞ്ഞാലും എത്ര തവണ ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ പോലും ഞാൻ അതിലൊരു മുഷിവ് കാണിക്കാഞ്ഞത്. പവിത്രൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. പവിത്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്. ഈ ഫംഗ്ഷൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നിമിഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. കാരണം തിരി തെളിയിച്ചപ്പോൾ ദിലീപേട്ടനും ലാൽ സാറും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു എംബാരസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാനൊരു സിനിമയിൽ വെച്ച് ചുറ്റുമുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ വോളിയം കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പോൾ ആ തിരി തെളിയിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അപ്പോൾ സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി, മലയാളത്തിലിപ്പം 2-3 വർഷമായി. പക്ഷെ എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം, അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്നൊന്ന് എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ, താങ്ക് യു സോ മച്ച്. പിന്നെ വിനീതേട്ടൻ, ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഷിവും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വിനീതേട്ടൻ എന്നെ
മ്യൂസിക്കലി വളരെയധികം എൻ്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്ത ഒരു ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഡയറക്ടറാണ്. ഇപ്പം അതിന് വിനീതേട്ടനോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക്, ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് ഏട്ടനും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല, എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു, ചേട്ടൻ പടം കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു 500 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കാരണം അത്രയും തവണ ഇത് സ്കോർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേർണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം 26-ാം തീയതി റിലീസാവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞ പാട്ടാണ് ഷിബു ചക്രവർത്തി സാർ എഴുതിയ. കപിൽ കപിലറാണ് ഒറിജിനൽ പാടിയിരിക്കുന്നത്, എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ 2 വരി പാടാം. പിറകിലാരു വിളിച്ചു മധുര നാരകം പൂത്തോ, അകലെ മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു, മുറിയിൽ കഥകിന് വെളിയിലൊരു കിളി പതിയൊന്നു ചിലച്ചു. ഇത്രയും ആൾക്കാരുടെ ഒരു പാടാൻ ഒരു ചമ്മലുണ്ട്. താങ്ക് യു.